ഞങ്ങളെല്ലാവരും കൂടി ഇതാ മിനി ഊട്ടിയിലേക്ക് പോകുന്നത്. മലപ്പുറം ജില്ലയിലെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏകദേശം സമയം 5:30 മണി, പുലർച്ചെ 5:30 മണി, 5 മണി 5:30 6 മണീൻ്റെ റേഞ്ചിലാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു മലകളും കാടുകളും പോലത്തെ ഒരു ഏരിയയാണ് ഊട്ടി എന്നുള്ള എല്ലാവർക്കും അറിയാലോ. ഇവിടെ മെയിനായിട്ട് കാണുന്നത് ഊട്ടിയിൽ നമ്മളെങ്ങനത്തെ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണോ അതേപോലത്തെ ഒരു ഫീലായിരിക്കും ഇവിടെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടിങ്ങനെ മലകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. റോഡെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല, എന്നാലും ചില്ലറ റോഡ് വളരെ മോശമാണെന്ന് പറയാം. അപ്പോൾ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ മിനി ഊട്ടിയൊക്കെ പോയി അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളെല്ലാം ആസ്വദിച്ചു. കണ്ടമാനം തണുപ്പൊന്നുമില്ലെങ്കിലും എന്നാലും ഇവിടുത്തെ ഞങ്ങളിപ്പോൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. ഇവിടെ എത്താനും കുറച്ച് ലേറ്റ് ആയി പോയി, അതിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്നാലും നല്ല എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വിഷ്വൽസൊക്കെ ഞങ്ങൾ ഇതാ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു, കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വിഷ്വൽസ് ഒന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല മനോഹരമായ കാഴ്ചകളാണ്. മിനി ഊട്ടിയിലെ ചെറിയ കാഴ്ചകളൊക്കെയാണ്. പക്ഷേ നമ്മളിവിടെ പറഞ്ഞ പോലെ നമ്മൾ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീല് മാത്രമേ ഉള്ളൂ, അത് പ്രത്യേകത ഒന്നുമില്ല. പക്ഷേ കാഴ്ചകൾ അതിമനോഹരമാണ്. ഒരു 5 മണിയൊക്കെ സമയത്ത്, 5 മണി കഴിഞ്ഞ സമയത്തൊക്കെ വരികയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും അല്ലേ. യെസ്, എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? എന്താ പറയണ്ടോ? കോടലിന്റെ സമയത്താണ് ഭംഗിയിരിക്കും. യെസ്, അത് താങ്കൾ പറഞ്ഞ താങ്കൾ കൂമ്പാരം എന്ന് പറഞ്ഞത് ഭംഗി എന്ന് പറഞ്ഞു. പിന്നെ എന്താന്ന് കാണാൻ തൊട്ടാനില്ല. ഒരു ഉമ്മ ആണെങ്കിൽ കൊടുക്കാം, വേണ്ട ചുണ്ടടി വെള്ളരി കുതിര. ഫോണൊക്കെ തിന്നോളാം ചിലപ്പോൾ. ഈ
അത് കാക്ക ആഗ്രഹമില്ല ഇരിക്കുന്നതാ. അത് എടുത്തുന്ന അതിലിരുന്നേ. പമ്പരം കറങ്ങി ഞാൻ എന്താ ഭാഷ നമ്മളെ ഡയലോഗ്? അതന്നെ, പമ്പരം കറങ്ങി 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 ഞാൻ. ഒന്നു നാനയാ അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത് അബ്ദുക്കൻ്റെ വീട്ടിലാണ്. അബ്ദുക്കൻ്റെ വീട്ടിലാണ്. ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 11 സമയം. ഇതൊരു ഫുഡൊക്കെ കഴിച്ച് കറക്റ്റ് ആണ് കേട്ടോ. 10 കുറച്ച് നേരത്തെ ഒരാളുടെ പരിപാടി കിടന്നു. ഇവിടെ വെച്ചിട്ട് കുഞ്ഞു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. ഇവൻ ഒറ്റടുത്ത് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇതാ കുറച്ച് ഇവിടെ വന്നതിന് കാരണമുണ്ട്. രാത്രിയായപ്പോൾ വന്നതിന് കാരണമുണ്ട്. അപ്പോൾ സ്പെഷ്യൽ പ്രോഗ്രാം ഇവിടെ വെച്ച് നടത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും കാണൂലേ? കണ്ടോണ്ടിരിക്കുന്നത് ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആർക്ക് കൊടുക്കാനാണ് എൻ്റെ പരിപാടി? കുറച്ച് അഭിനയിച്ചോ, നന്നായിട്ട് അഭിനയിച്ചോ. സാധനമൊക്കെ എടുക്കുന്നുണ്ട്. നന്നായിട്ട് അഭിനയിച്ചോ. നോക്കാം നമ്മളെ അബ്ദുക്കാൻ്റെ വീട്ടിലെ സർക്കാരാണ്. അല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് അബ്ദുക്കാൻ്റെ വീട്ടിൽ നിന്ന് ഫുഡടിയും പരിപാടിയൊക്കെയാണ്. ഗ്രാൻഡ് ഫുഡാണ് കേട്ടോ. ഇപ്പൊ എന്റെ മോളുടെ പേരെന്താ പറയും? ഇപ്പൊ എന്റെ മോളുടെ പേര് പറയാ ആദ്യം. ഞാനാണ് അജി. എന്തിനാണോ? അപ്പോ എന്തായാലും നമ്മുടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ഫുഡൊക്കെ വളരെ ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കിയ നമ്മുടെ താത്തനെ പരിചയപ്പെടാം അല്ലെ? എല്ലാ താത്തനൊന്ന് കാണിച്ചു തരാം. താത്ത അടുക്കളയിൽ നിന്ന് ഇതാ തലേന്നിട്ട് നോക്കി. എവിടെ ഇതാ ക്യാമറ അടുക്കളയിലേക്ക് വരൂല്ലെങ്കിൽ ഇതാ വന്നു പോയി. ഒരു ആന്ന് പറഞ്ഞാ മതി. അപ്പൊ കറുപ്പ് എന്തൊക്കെ എടുത്ത് അപ്പൊ പറയണം. ഇവിടെ നടക്കാൻ പോകുന്നത് അതെ തമാശയാണ്. ആരും സീരിയസ് ആക്കി കവർ ചെയ്യരുത്. കാരണം ഇവര് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഞരമ്പ് രോഗികളുടെ കളിയാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി. കോമഡിയാണ്. കോമഡിയിൽ എടുക്കണം. കാരണം ആരെ കളിയാക്കുന്ന കോമഡി അല്ലേ? കിട്ടിയ ഒരു വാക്കാണ്. എന്താണ് പറഞ്ഞാണ്? അതെ, ഇവനോട് പറഞ്ഞു ഇവനെ ഞരമ്പ് രോഗാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു
അപ്പൊ ഇത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് കോമഡി ആണെങ്കിലും കാര്യമാണ്. അതുകൊണ്ടാണ് ഞരമ്പ് രോഗി എന്ന് പറയുന്നത്. സോ ഓക്കെ, ഇവര് കളി സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പൊ ഇവര് എല്ലാം അടിക്കടിക്ക് വെച്ചു. വെള്ളയും സകൃത്തേരെ അവരെ കളികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ഇവരാര് ജയിക്കുന്നില്ല. ഈ കപ്പ് ആര് കൊണ്ടുവന്ന നമുക്ക് ട്രോഫി ഒക്കെ ഉണ്ട്. ട്രോഫി ജയിക്കുന്ന ആൾക്ക് ട്രോഫി ഉണ്ട്. നിങ്ങൾ ഇതാ കാണുക. 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചില ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്തുള്ളൂ. ചെക്കുകൾ വെക്കുന്ന പ്രത്യേകിച്ച് നമ്മൾ കാണിക്കും. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇത് അവരെ കളി കാണാട്ടോ. ഇവിടെ കളിയൊക്കെ കണ്ടതിന് ശേഷം അവർക്ക് ട്രോഫി ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോകുന്നുള്ളേ. ഞങ്ങൾ കൊണ്ടോട്ടിയുള്ള ദിവസങ്ങൾ കഴിഞ്ഞു. നാളെ രാവിലെ ഇനി ഞങ്ങൾ അടുത്ത ടൗണിലേക്ക് പോകുന്നത്. അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഉദയ സൈക്കിൾസിലെ മാനേജർ വന്ന് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇതാ കുഞ്ഞൊരു മത്സരമൊക്കെ വെച്ചു. അങ്ങനെ ഈ മത്സരത്തിന്റെ ട്രോഫിയും കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ പോകുന്നത്. അതാണ്.